സ്പേസ് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ കുറഞ്ഞ സ്പേസിൽ എങ്ങനെ ഒരു ലിവിംഗ് ഏരിയയും ഡൈനിങ് ഹാളൊക്കെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാന്നാണ് കേട്ടോ. കാണിച്ചുതരാം. അങ്ങനെ ദേ നമ്മൾ അകത്തേക്ക് കയറുമ്പോ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര മനോഹരമായിട്ടല്ലേ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ സ്പേസിൽ എന്നാൽ എത്രത്തോളം ഭംഗിയാക്കാവോ അങ്ങനെ ഭംഗിയാക്കി ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത്. കേറി വരുമ്പോഴേ ഡോറിനോടൊക്കെ ചേർന്ന് ഇടതുഭാഗത്തായിട്ട് ഒരു നല്ല ഭംഗിയിലുള്ള ഒരു ബ്ലൂ ഷെയ്ഡിൽ എൽ ഷേപ്പിലായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോഫയുടെ നേരെ ബാക്ക് വാളിൽ നോക്കുകയാണെങ്കിൽ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിനിടക്കായിട്ട് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് കേട്ടോ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഡിസൈൻ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. സിമെന്റ് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് വുഡ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ വാളിലായിട്ടാണ് കേട്ടോ TV അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് ഷെൽഫ്സ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ സ്റ്റോറേജിനായിട്ടുള്ള സ്പേസുകൾ നമ്മുടെ ആ വാളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും കൂടി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വരുമ്പോൾ ആ ലുക്ക് വന്നിട്ട് വേറെ ലെവൽ തന്നെ ആട്ടാ. ഇനി നമ്മുടെ ലിവിംഗ് ഏരിയയിലെ സീലിംഗിലെ വർക്ക് നോക്കുകയാണെങ്കിൽ ജിപ്സം ബോർഡിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ട് ഇടയ്ക്ക് LED സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ ആ വർക്കിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ മറ്റു LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തോണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മുടെ ലിവിംഗ് ഏരിയനെയും ഡൈനിങ് ഏരിയനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ഹാളിന്റെ എൻട്രൻസിലായിട്ട് തന്നെ ഒരു വുഡ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇടതുവശത്തായിട്ടാണ് കേട്ടോ ഈ പാർട്ടീഷൻ വാൾ വരുന്നത്. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ ഇടക്കായിട്ട് ആ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മുടെ പാനലിംഗിലായിട്ട് തന്നെ രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വലത് ഭാഗത്തായിട്ട് ഒരു ക്ലോക്കും വരുന്നുണ്ട്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പിൽ വൈറ്റ് കളർ ഗ്ലാസ് ആണ് വരുന്നത്. ഇനി ഈ വശത്തെ വാളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇവിടെ ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ടെക്സ്ചർ പെയിന്റിനൊക്കെ വെല്ലുന്ന തരത്തിൽ നല്ല ഭംഗിയിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് കേട്ടോ ഇവിടുത്തെ ഷോ വാള് വന്നിട്ടുള്ളത്. ഈ വാളിനൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കിയാൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ജിപ്സം ബോർഡിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഫാൻസി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല കളർഫുൾ ആണ്. LED ലൈറ്റ്സും കൂടാതെ പ്രൊഫൈൽ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹാളിൽ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ വാഷ് ബേസിനും ഹാളിലെ ബാത്റൂമും കൂടാതെ സ്റ്റെയർ കേസ് ഒക്കെ വരുന്നത്. അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ സ്ക്വയറിൽ ഒരു പോർഷനിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് ഒക്കെ കൊടുത്തിട്ട് നടുക്ക് നല്ല ഭംഗിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും രണ്ട് ഭാഗത്തു നിന്ന് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്പോക്ക് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ടടുത്തായിട്ട് ഈ ഭാഗത്താണ് കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ തന്നെയാണ്. ഇവിടെ വാഷ് ബേസിന്റെ വാളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൈനിങ് ഏരിയയിൽ കണ്ട ആ വാൾപേപ്പർ ഇല്ലേ അതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് LED ലൈറ്റ് മിറർ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ അങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. മൊത്തത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളറിൽ ഒരു ഷെൽഫും വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ സ്റ്റെയർ കേസിനോടൊക്കെ ചേർന്ന് തന്നെ ആയിട്ട് ഹാളിലെ ബാത്റൂം വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തെ സീലിംഗിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗം. അപ്പൊ വളരെ കുറഞ്ഞ ചെലവിൽ ഒത്തിരി മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. കൂടാതെ ഒത്തിരി ഹോം ടൂർ വീഡിയോസും ഉണ്ട്. അപ്പൊ ഒന്ന് കണ്ടു നോക്കണേ. ഒപ്പം നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.